ഇന്ന് ഞാനുണ്ടല്ലോ ഈ പുതിനയുടെ ഇല വെച്ചിട്ടുള്ള ഒരു പറാത്തി ആട്ടം ഉണ്ടാക്കണേ. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള പുതിനയുടെ ഇലയ്ക്കും പൊട്ടിച്ച് നല്ലപോലെ കഴുകി ചെറുതാക്കി അരിഞ്ഞിട്ടു. ഇതിലേക്ക് ഞാൻ 2 വെളുത്തുള്ളി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഗാർലിക് മിൻറ്റ് പറാത്തി ആട്ട. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 സ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ്, നല്ല സ്പൈസി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കണേ, പിന്നെ ജീരകം ഒക്കെ കൂടിയിട്ട് നല്ലപോലെ മിക്സാക്കി. എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ബട്ടറും കൂടി ഇട്ടിട്ടുണ്ട്. ബട്ടറും ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സാക്കി. പിന്നെ ഞാൻ ഇതിലേക്ക് ഇതുണ്ടാക്കാനുള്ള ഇതുണ്ടല്ലോ മാവ്, ഞാൻ ഒരു 10-15 മിനിറ്റ് മുമ്പ് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഗോതമ്പ് പൊടി ഉപ്പും വെള്ളം കൂടിയിട്ട് നല്ലപോലെ ഞാൻ കുഴച്ച് നല്ല സോഫ്റ്റാക്കി കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് ഒരു പറാത്തയ്ക്കുള്ള മാവ് എടുത്തിട്ട് ഞാൻ നല്ലപോലെ പരത്തി അതിൻ്റെ മീതെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സ് ഇല്ലേ അത് നല്ലപോലെ തേച്ച് പിടിപ്പിച്ചു എല്ലായിടത്തും. ഇതിപ്പോൾ എല്ലായിടത്തും ആയാലും കുഴപ്പമൊന്നുമില്ല. എന്താണെന്ന് വിചാരിച്ചാൽ നമ്മളിത് റോൾ ചെയ്ത് മടക്കി പരത്തി വരുമ്പോൾ എല്ലായിടത്തും ആയിക്കോളും. നമ്മൾ എത്രയും ചെറുതാക്കി റോളാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കി റോളാക്കണം കേട്ടോ. ഞാൻ റോളാക്കിയത് അത്രയും കൊണ്ട് ശരിയായിട്ടില്ല. എന്നിട്ട് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കിയെടുക്കണം. അതിനുശേഷം നമ്മൾ കുറച്ച് പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ പരത്തിയെടുക്കുക. ഇതിപ്പോൾ നമ്മൾ പരത്തുമ്പോൾ ചപ്പാത്തിയുടെ അത്രയ്ക്ക് അങ്ങോട്ട് നൈസായിട്ട് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് കട്ടിക്കൊക്കെ പരത്തേണ്ടത്. ഇതിപ്പോൾ ഞാൻ പരത്തി വന്നപ്പോൾ നല്ല രസമായ കാരണം ഞാനിങ്ങനെ പരത്തിയെന്നുള്ളൂ, അത്ര വലിപ്പത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ നമ്മൾ നല്ലപോലെ പരത്തിയിട്ട് ചട്ടി ചൂടാകുമ്പോൾ കുറച്ച് എണ്ണയ്ക്കും പരട്ടി ഇത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഇതിപ്പോൾ ചപ്പാത്തി ഇട്ടിട്ട് ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോൾ ഒരു വശം ഒന്ന് ചൂടാവും. അപ്പോൾ ഒന്ന് മറിച്ചിടുക. എന്നിട്ട് അതിൻ്റെ മീതെ ബട്ടറൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ചുട്ടെടുക്കണ്ടേ. ഇങ്ങനെ ബട്ടറൊക്കെ ഇട്ടിട്ട് ഈ ചപ്പാത്തി പറാത്തിക്ക് ഉണ്ടാക്കിയാലുണ്ടല്ലോ നല്ല സോഫ്റ്റായിട്ട് വൈകിട്ട് വരെ കേടാവേണ്ടിയിരിക്കും. ഇതിന് കഴിക്കാനായിട്ടുള്ള ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നല്ല തൈരും ചെറുനാരങ്ങ അച്ചാറിക്ക് നല്ല കോമ്പിനേഷനാണ്. ചെറുനാരങ്ങ മാങ്ങ അച്ചാറിക്ക് നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ സ്പൈസിക്ക് ഒന്ന് കുറച്ചാൽ മതി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം കേട്ടോ. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗാർലിക് മീൻ പറാത്ത.